ഇത് നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസവും പാർട്ടിക്കുള്ളിലില്ല. വളരെ സന്തോഷത്തോടു കൂടി അഭിപ്രായം പറഞ്ഞിട്ടാണ് എല്ലാവരും ഇന്ന് പോയത്. സ്റ്റാഫിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യമാണ്. സ്റ്റാഫിൻ്റെ എണ്ണത്തിലൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ലേ? അതിൽ ഞങ്ങൾ മന്ത്രിമാർ, കുഞ്ഞാലി സാഹിബ് അല്ലാത്ത 4 മന്ത്രിമാരും പുതിയ അംഗങ്ങളായതുകൊണ്ട് പരിചയസമ്പന്നരായ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായും പുതുതായി നിയമിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ ബാധിച്ചിട്ടുണ്ട്. അതിലവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനനുസരിച്ച് ഏതായാലും സമയം ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. അർഹമായ ആളുകൾക്കൊക്കെ തൊഴിലവസരം ഉണ്ടാക്കലാണ് UDFൻ്റെ ലക്ഷ്യം. അത് ഞങ്ങൾ ഉണ്ടാക്കും. പാർട്ടിക്കുള്ളിൽ ഇത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഗവൺമെന്റിന്റെ ഇല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ പിന്നെ ആഭ്യന്തര കാര്യങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അത് അവർ ഹാൻഡിൽ ചെയ്തു. ഞാനും കൂടി ഇനിയിപ്പോൾ അതിനകത്ത് കക്ഷി കേൾക്കണ്ട. സംശയമൊന്നുമില്ല. UDFൻ്റെ രീതിയും ഇടതുപക്ഷത്തിൻ്റെ രീതിയും തമ്മിൽ കാതലായ ഒരു വ്യത്യാസമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വിങ്ങി അങ്ങനെ നിൽക്കും. അവസാനം പൊട്ടുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പൊട്ടിയത് കണ്ടില്ലേ? എത്ര സീറ്റാണ് റബ്ബലുകൾ നിന്ന് ജയിച്ചത്? പലവർക്കൊക്കെ അഭിപ്രായമുണ്ട്. കുറേ കാലമായിട്ട് മൂടി വെച്ചതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. ഒരു സ്ഥലത്ത് യാദൃശികമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഓരോ ആളുകൾ ഇത് അങ്ങനെയാണോ? ഇത് കേരളം മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ എത്രയോ റബ്ബലുകൾ എത്രയോ അവരുടെ ആളുകൾ ജയിച്ചു വന്നില്ലേ? അവർക്ക് ശക്തമായ അഭിപ്രായം മനസ്സിലൊതുക്കി മൂടി വെച്ച് നടക്കുകയാണ് ആയിരുന്നു. UDFൻ്റെ ഒരു ശൈലി കുറച്ചൊക്കെ ചർച്ച നടക്കും. ജനാധിപത്യപരമായ ശൈലിയാണ് ഞങ്ങൾ. അതിൽ നിങ്ങൾക്കും നല്ലത്. ഇപ്പം അതൊരു കോടതിയിലുള്ള മാറ്ററാണ്. അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. ഒരു നിമിഷം വേണ്ട. ആ കേസ് ഇല്ല, ദുർബലമാക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഒരു നിലക്കും ആ കേസിൽ നിന്ന് പിന്മാറില്ല. ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ കൂടാ ചെയ്യും. ബേജാറാവണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണശാല തുടങ്ങുമെന്ന് VD സതീശൻ പറയുന്നു. പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടാറ്റ ഗ്രൂപ്പ് പറയുന്നത്. വ്യവസായ മന്ത്രി അറിഞ്ഞിട്ടുണ്ട് ഇക്കാര്യം? ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എന്നെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുകയും ഇടതുപക്ഷ ഗവൺമെൻറ് MOU സൈൻ ചെയ്ത ഒരു അവർ കേരള അപ്ലൈ ചെയ്ത കൊച്ചിയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 300 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ തീരെ അറിഞ്ഞിട്ടില്ല എന്നല്ല, അപ്പോൾ ആ 300 കോടിയിൽ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതിനിധികൾ വന്ന് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടുമുണ്ട് കാര്യം. പക്ഷെ അത് ഈ LDF പറയുന്ന ഗവൺമെൻറ് തന്നെ തുടർച്ചയല്ലേ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോയി അത് യാഥാർത്ഥ്യമാക്കലാണല്ലോ ഞങ്ങളുടെ പണി. അതിലൊരു സ്റ്റെപ്പ് ഫോർവേഡ് ഉണ്ടായിട്ടുണ്ട് ടാറ്റയുടെ. പിന്നെ എമൗണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ലല്ല, ഇപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ടാറ്റയുടെ പ്രതിനിധി ബഹുമാന മുഖ്യമന്ത്രിയും എന്നെയും വന്ന് കണ്ടു. ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കാലത്തുണ്ടായ പുരോഗതിയാണ്. അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ കാലത്തുണ്ടായ കാര്യം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർ വന്നു, ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അവർ വന്നു, ചർച്ച നടത്തി, അത് ഫോർവേഡാണ്. അതും മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചല്ലോ. ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കേരളത്തിലുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് MOU ആയിരുന്നെങ്കിൽ ഇപ്പോൾ
നമ്മളെ സമയത്ത് ഞങ്ങൾ അവർ ഔദ്യോഗികമായിട്ട് വന്ന് കണ്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് മലബാർ സിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കരാറായതുകൊണ്ട് ഇനി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല ഫയൽ. പദ്ധതിയെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നാണ് ടാറ്റ ഗ്രൂപ്പ് അറിഞ്ഞിട്ടില്ല എന്നാണ് ഇത് MOU സൈൻ ചെയ്തെന്ന് കഴിഞ്ഞ വ്യവസായ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല അതെന്തോട്ടെ, ഞാൻ ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് എന്നേ പറഞ്ഞുള്ളൂ, അല്ല 10,000 കോടി ഞാൻ പറഞ്ഞില്ല. ഏത് അയാൾ പിന്നെ ഷിപ്പ് എന്താ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. മലബാർ സിമെൻറ്റിൻ്റെ പോർട്ട് ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് കൊച്ചി പോർട്ടിൽ നിന്ന് മലബാർ സിമെൻറ്റിൻ്റെ ഒരു ഡോക്ക് അവിടെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി കൊച്ചി പോർട്ടിൽ നിന്ന് ഒരു സ്ഥലം ലീസിനെടുത്തിരുന്നു. ആ സ്ഥലത്ത് ആണ് ഇവർ ഈ പ്രോജക്റ്റ് ടാറ്റ വന്ന് പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനെടുത്ത് നോക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും എന്നെയും വന്ന് കണ്ടു. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഷെയർ ചെയ്യാം അല്ലേ. പറയാം എമൗണ്ട് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ആകെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ടാറ്റ വന്ന് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അങ്ങനെ ടാറ്റൻ്റെ പേരിൽ ഒരു കളവർക്കൊന്നുമല്ല. അങ്ങനെ ടാറ്റൻ്റെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രോജക്റ്റ് എന്ന് അപ്പോൾ ഞങ്ങളതാണെന്ന് കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞാൽ അത് കാര്യമില്ലല്ലോ. കാരണം ഗവൺമെൻറ് തന്നെ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ പല ചർച്ചകളും നടക്കും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് കേരളയിൽ അവർ വെച്ച പ്രോജക്റ്റാണ്. ഇന്ന പ്രോജക്റ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന ടാറ്റയുടെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാവണം ഇതിൻ്റെ ഫോട്ടോ അല്ലേ, ഷെയർ ചെയ്തൂടെ? എന്താ തെരഞ്ഞെടുപ്പ് കാലത്തല്ല, VD സതീശൻ മുഖ്യമന്ത്രിയെയും എന്നെയും ഈ അസംബ്ലി സമയത്ത് ഈ ടാറ്റ എന്ത് ഗ്രൂപ്പാണ് ഞാൻ നോക്കി പറഞ്ഞത് നോക്കട്ടെ, ഗ്രൂപ്പ് വന്ന് കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. അത് ഈ പറഞ്ഞ ഇവർ പറയുന്ന ഇൻവെസ്റ്റ് കേരളയിൽ വന്നു എന്നറിയുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ 300 കോടിയാണ്. അതാണ് മലബാർ സിമെൻറ്റിൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞത്. അത് വസ്തുതയാണ്. പിന്നെ ടാറ്റ അറിഞ്ഞിട്ടില്ല പറഞ്ഞാൽ മതി. ഇത് ടാറ്റ അറിയില്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാം, ഞങ്ങൾ നോക്കട്ടെ, തപ്പിയെടുക്കാം, ഒന്ന് കണ്ടതിൻ്റെ. മുഖ്യമന്ത്രി അങ്ങനെ വെറുതെ ഒന്നും പറയില്ല. അപ്പോൾ ഒന്നിങ്ങനെ ടാറ്റ ഗ്രൂപ്പ് വന്ന് സംസാരിച്ചു, അതിൻ്റെ എമൗണ്ട് ഇതാ, ഇത് ഷെയർ ചെയ്യാം അല്ലേ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഞങ്ങൾ വന്ന് കണ്ടതാണ്. കേട്ടിട്ടില്ല ഞങ്ങൾ കേട്ടില്ല. ഇല്ല, ഞാനൊരു ഞങ്ങളാരും വരെ കേട്ടിട്ടില്ല. ഞങ്ങളാരും വരെ കേട്ടിട്ടില്ല. കേൾക്കാത്ത പിന്നെ ചോദിച്ചിട്ടുണ്ട്. ഏകോപിച്ചിട്ടാണ് പോണത്. പിന്നെ എന്തിനാ സംവിധാനം? ഓക്കെ, വളരെ ഏകോപിച്ചുകൊണ്ടാണ് പോണത്.